ഈ വണ്ടിയായിരുന്നു KSRTC ഇരിഞ്ഞാലക്കുട റൂട്ടായിരുന്നു നൈറ്റ് ഓടിയിരുന്നത്. RSK 964 KL 15A 493 ബിനായ് ശങ്കർ എന്ന് പറഞ്ഞ ഒരാളാണ് ഓടിച്ചിരുന്നത്. ഇത് ഈ ക്യാമറയിൽ കാണിക്കുന്ന ഡേറ്റും സമയം തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ക്യാമറയുടെ മാനുഫാക്ചറിങ് ഡേറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിലാണ് പയ്യെ വണ്ടി എടുക്കാനായിട്ട് റോഡിലേക്ക് കയറ്റാൻ വേണ്ടി നോക്കി. പുറകുവശം നോക്കിയപ്പോൾ പ്രത്യേകിച്ച് വണ്ടികളൊന്നും ലെഫ്റ്റ് സൈഡിൽ ഇല്ലാത്തതുകൊണ്ട് വണ്ടി പയ്യെ റോഡിലേക്ക് കയറ്റി വെച്ചു. അപ്പോഴാണ് ഇൻഡിക്കേറ്റർ ഒക്കെ ഇടാതെ ഒരു ട്രാൻസ്പോർട്ട് ബസ് ഫ്രണ്ടിൽ വന്ന് വട്ടം വെച്ച്, അതായത് റോഡിന് വട്ടം വെച്ചാണ് ഇത് കുറുകെ നിർത്തി. ഞാനും പെട്ടെന്ന് വിചാരിച്ചു അതൊരു സ്റ്റോപ്പ് ആയതുകൊണ്ട് ആളിറങ്ങാനെന്നാണ് വിചാരിച്ചത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരാളിറങ്ങി. അതിനുശേഷം ബസ് എടുത്തു. ഈ റൈറ്റിലേക്ക് കട്ട് ചെയ്ത് ഓവർടേക്ക് ചെയ്ത് പോകാനായിട്ട് നോക്കുമ്പോൾ ബസ് ഡ്രൈവർ എന്തോ പറയുന്നത് കേട്ടു, വിളിച്ചു. അപ്പോൾ ഞാനും പയ്യെ നിർത്തി. അതേപോലെ തന്നെ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാക്ക് തർക്കം ഉണ്ടായി. ഞാൻ വണ്ടി എടുത്ത് മുന്നോട്ടേക്ക് പോന്നു. ഞാൻ വണ്ടിയിൽ എൻ്റെ ഫാമിലിയും ഉണ്ട്. അതുപോലെ തന്നെയാണ് ബസ്സിലും യാത്രക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു 9 മണി സമയമാണ് കാണുന്നത്. ആ ഭാഗത്ത് നിന്ന് സ്റ്റോപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സിഗ്നലിൻ്റെ അവിടേക്ക് എത്താനായിട്ട് 1 കിലോമീറ്ററോളം ഉണ്ട്. എന്നെ ഹോൺ അടിച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനും ശ്രദ്ധിച്ചില്ല. കാരണം ഇയാൾ ഇങ്ങോട്ടേക്കും ചീത്ത പറഞ്ഞു, ഞാൻ അങ്ങോട്ടേക്കും ചീത്ത പറഞ്ഞു. അപ്പോൾ ഇവിടെ സിഗ്നൽ വന്നു കഴിയുമ്പോൾ ഞാൻ പയ്യെ ഒതുക്കി നിർത്തി. ഡ്രൈവർ ലെഫ്റ്റ് സൈഡിൽ വന്ന് ചേർത്ത് വണ്ടിയോട് മുട്ടിക്കാൻ നോക്കിയപ്പോൾ ഞാൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ടിരുന്നു. എന്തോരം ചേർക്കാൻ പറ്റും അത്രത്തോളം ഞാൻ ചേർത്തു. ഇയാൾ കൊണ്ടുവന്ന് വണ്ടിയിൽ, ഈ ഡ്രൈവർ കൊണ്ടുവന്ന് വണ്ടിയിൽ മുട്ടിക്കാൻ എന്ന രീതിയിൽ കാണിച്ചപ്പോൾ ഞാൻ പേടിച്ചിട്ട് ഒതുക്കിയതാണ്. വീണ്ടും ഞാൻ മുന്നിലോട്ട് എടുത്തു. ഇയാൾക്ക് എന്തോ പറ്റിയെന്ന് അറിയില്ല. വീണ്ടും ഞാൻ വണ്ടി മുന്നിലേക്ക് എടുക്കാൻ നോക്കി. ഇയാൾ ഫ്രണ്ടിൽ വന്ന് വീണ്ടും വട്ടം വെച്ചു. വീണ്ടും ഇതുപോലെ തന്നെ ചീത്തയും കാര്യങ്ങളൊക്കെ പറയാണ്. അതുപോലെ തന്നെ ഞാനും തിരിച്ചു പറഞ്ഞു. ചീത്ത പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും വണ്ടി എടുത്ത് ഫ്രണ്ടിലോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. ഇയാൾ വീണ്ടും പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞ് വണ്ടികൾ പുറകിൽ ബ്ലോക്കായി കിടക്കുന്ന രീതിയിലാണ് ഇയാൾ നിന്ന് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വണ്ടിയിൽ യാത്രക്കാരും എൻ്റെ കാറിനകത്ത് ഫാമിലിയും ഉണ്ട്. ഇത് കഴിഞ്ഞ് വീണ്ടും ഫ്രണ്ടിലോട്ട് എടുത്തു. കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത് സിഗ്നലായി. കുറച്ച് ദൂരം ചെന്നതിന് ശേഷം സിഗ്നലെത്തിയപ്പോൾ ഇയാൾ പുറകിൽ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും റൈറ്റ് സൈഡിലേക്ക് ഒതുക്കി. മാക്സിമം എന്തോരം ഒതുക്കാൻ പറ്റുന്ന വെച്ച് വണ്ടികളുടെ ഇടയിൽ കൂടെ റൈറ്റ് സൈഡിൽ ഒതുക്കി പോന്നുകൊണ്ടിരിക്കുകയാണ് ഇയാൾ. ഈ ഡ്രൈവർ വീണ്ടും കാറിൽ കൊണ്ടുവന്ന് മുട്ടിച്ചു. ഈ റൈറ്റ് സൈഡിലേക്ക് ഞാൻ മാക്സിമം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും ഈ ഡ്രൈവർ വട്ടം വെച്ച് വീണ്ടും വണ്ടിയിൽ തട്ടി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ വണ്ടിയുടെ ഒരു സൈഡ് ചളങ്ങിയിട്ടുണ്ട്. എനിക്ക് ഏകദേശം ഒരു 10-25,000 രൂപ വരെ പണി വന്നു വണ്ടിക്ക്. ഇതൊക്കെ നമ്മൾ എന്താ ചെയ്യുക? ഓരോ ഡ്രൈവർമാരുടെ അഹങ്കാരവും കാര്യങ്ങളും. ഇതാണ് വണ്ടി. ഈ സിഗ്നലിൽ അയാൾ എടുത്തുപോയി. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. നമ്മൾ ആരോട് കംപ്ലയിൻറ്റ് പറയും, എന്ത് ചെയ്യും? കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. നമുക്ക് നഷ്ടപരിഹാരമൊന്നും കിട്ടാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ KSRTC നല്ല ഡ്രൈവർമാരുണ്ട്. അതുപോലെ തന്നെ ഇതേപോലെയുള്ള അഹങ്കാരമുള്ള ഡ്രൈവർമാരും ഉണ്ട്. ഇവരൊക്കെ എങ്ങനെയൊക്കെ നിലക്കി നിർത്തേണ്ടതെന്ന് ഗവൺമെൻറ്റാണോ ആരാണോ ഇതിനോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒന്ന് ചെയ്യാൻ നോക്കിയാൽ വളരെ നന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വണ്ടിയിൽ ക്യാമറ വയ്ക്കേണ്ടത് നല്ലതാണ്. കാരണം ഈ ക്യാമറ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം പുറത്തേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഡ്രൈവർമാരുടെ കാര്യങ്ങളൊന്നും അഹങ്കാരങ്ങളൊന്നും പുറത്തേക്ക് വരില്ല.